ഒന്ന്. പ്രാചീന മലയാളം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? പ്രാചീന മലയാളം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ചട്ടമ്പിസ്വാമികൾ. 2. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. 3. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏതാണ്? ഉത്തരം ആരാവല്ലികൾ. 4. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം M.S. സ്വാമിനാഥൻ. 5. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏത്? ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏത്? ഉത്തരം വയനാട്. 6. ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടത്തുക? ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടത്തുക? ഉത്തരം 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യൻ സെൻസസ് നടത്തുക. 7. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് നടക്കുന്ന രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് നടക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. 8. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? ഉത്തരം മലപ്പുറം. 9. സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ജില്ല ഏത്? സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. 10. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ലാഹോർ കോൺഗ്രസ് സമ്മേളനം. 11. കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് എവിടെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് എവിടെയാണ്? ഉത്തരം ആക്കുളം. 12. കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് ആര്? കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് ആര്? ഉത്തരം മാർത്താണ്ഡവർമ്മ. 13. കേരളത്തിലെ ആദ്യ മുനിസിപ്പാലിറ്റി ഏത്? കേരളത്തിലെ ആദ്യ മുനിസിപ്പാലിറ്റി ഏത്? ഉത്തരം ഗുരുവായൂർ. 14. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം നിലമ്പൂർ. 15. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ഉത്തരം പശ്ചിമഘട്ടം. 16. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏത്? ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏത്? ഉത്തരം ബോംബെ സമാചാർ. 18. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഉത്തരം ഗോവ. 19. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. 20. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. 21. ആദ്യമായി മൂല്യവർദ്ധിത നികുതി എന്ന ആശയം പ്രായോഗികമാക്കിയ രാജ്യം ഏത്? ആദ്യമായി മൂല്യവർദ്ധിത നികുതി എന്ന ആശയം പ്രായോഗികമാക്കിയ രാജ്യം ഏത്? ഉത്തരം ഫ്രാൻസ്. 22. ഫുട്ബോൾ കൺട്രി എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഫുട്ബോൾ കൺട്രി എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ബ്രസീൽ. 23. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ്? ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം മെക്സിക്കോ. 24. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏത്? കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏത്? ഉത്തരം മൂന്നാർ. 25. കുറിഞ്ഞിമല വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ്? കുറിഞ്ഞിമല വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. 26. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം ആനമുടി. 27. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. 28. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏത്? സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏത്? ഉത്തരം സൈലന്റ് വാലി. 29. മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ഇറ്റലി.
30. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ദാദാഭായ് നവറോജി. 31. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. 32. കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ വൃക്ഷമിത്ര പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ വൃക്ഷമിത്ര പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഉത്തരം സുഗതകുമാരി. 33. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമ നടൻ ആര്? ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമാ നടൻ ആര്? ഉത്തരം പ്രേം നസീർ. 34. ഇന്ത്യയിലെ രാഷ്ട്രപതിയായ ആദ്യ മലയാളി ആര്? ഇന്ത്യയിലെ രാഷ്ട്രപതിയായ ആദ്യ മലയാളി ആര്? ഉത്തരം KR നാരായണൻ. 35. സൈബർ നിയമങ്ങൾ നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? സൈബർ നിയമങ്ങൾ നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? ഉത്തരം സിംഗപ്പൂർ. 36. ദേശീയ ജലപാത ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദേശീയ ജലപാത ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഗംഗ. 37. രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഏത്? രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഏത്? ഉത്തരം ഇംഗ്ലണ്ട്. 38. ലോകത്തെ ആദ്യ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ രാജ്യം ഏത്? ലോകത്തെ ആദ്യ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ രാജ്യം ഏത്? ഉത്തരം USA. 39. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യം ഏത്? ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യം ഏത്? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. 40. എല്ലാ ഗ്രാമങ്ങളിലും പൈപ്പ് ജല കണക്ഷൻ ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? എല്ലാ ഗ്രാമങ്ങളിലും പൈപ്പ് ജല കണക്ഷൻ ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഗോവ. 41. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ? ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ? ഉത്തരം ഗ്രാമസഭ. 42. ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരം ആസാം. 43. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലപ്പുറം. 44. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. 45. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. 46. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എത്ര? ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കേണ്ട സമയം എത്ര? ഉത്തരം 52 സെക്കൻഡ്. 47. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? ഉത്തരം 1947 ജൂലൈ 22. 48. പൗരന്മാരെ നിയമവിരുദ്ധമായി തടവിൽ വെക്കുന്നതിനും എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏത്? പൗരന്മാരെ നിയമവിരുദ്ധമായി തടവിൽ വെക്കുന്നതിനും എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏത്? ഉത്തരം ഹേബിയസ് കോർപ്പസ്. 49. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഉത്തരം ഗംഗ. 50. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം ജസ്റ്റിസ് KG രംഗനാഥ് മിശ്ര. താങ്ക് യു.